ഹലോ ഫ്രണ്ട്സ്, ഐ എം സുബീഷ്. ഇന്ന് നമ്മൾ അഗിഷ കുട്ടിയുടെ ഹെയർ കളറിങ് ചെയ്യാനാണ് പോകുന്നത്. അഗിഷ ഹെയർ കളർ ചെയ്യാനായിട്ട് അങ്കമാലിയിൽ നിന്നാണ് വന്നത്. ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ ഹെയറാണ്. തിന്നായിട്ടുള്ള ഒരു ലെയർ എടുത്തിട്ട് ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഹെയർ നന്നായിട്ട് മടക്കി വെച്ച് ബ്ലോണ്ടർ ക്രീം വീണ്ടും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോയിൽ പേപ്പറിലേക്ക് നന്നായി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ബ്ലോണ്ടറും ഡെവലപ്പറും 1:2 എന്ന അനുപാതത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ലെയർ എടുക്കാം. തിന്നായിട്ട് തന്നെ എടുക്കണം. തിന്നായി എടുത്ത് വീണ്ടും ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലോണ്ടർ ക്രീം ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് ഹെയർ നന്നായി മടക്കി വെച്ച് വീണ്ടും ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ തിന്നായി എടുത്ത് അതിലേക്ക് ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോയിൽ പേപ്പർ എടുത്ത് ഹെയർ അതിലേക്ക് മടക്കി വെച്ച് നന്നായി ബ്ലോണ്ടർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 3 ലെയറാണ് എടുത്തത്. അപ്പുറത്തെ സൈഡിലും നമുക്ക് 3 ലെയർ എടുക്കാം. അപ്പോൾ വീണ്ടും തിന്നായിട്ട് ഒരു ലെയർ എടുത്ത് അതിൽ ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം താഴെയുള്ള ഹെയറിൽ ക്രീം ആവാതെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് ഹെയർ മടക്കി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ക്രീം ഫോയിൽ പേപ്പറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ഇനി രണ്ടാമത്തെ ലെയർ തിന്നായി എടുത്ത് അതിലേക്ക് ക്രീം എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം താഴെയുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് ഹെയർ മടക്കി വെച്ച് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് മറ്റുള്ള ഹെയറിലേക്ക് ക്രീം ആവാതെ ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയർ, അതായത് 6ാമത്തെ ലെയർ. തിൻ ലെയർ എടുത്ത് ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം മറ്റുള്ള ഹെയറിൽ ആവാതിരിക്കാനായിട്ട് ഫോയിൽ പേപ്പർ എടുത്ത് ഹെയർ അതിലേക്ക് നന്നായിട്ട് മടക്കി വെച്ച് വീണ്ടും നന്നായി ക്രീം അപ്ലൈ ചെയ്ത് ഫോയിൽ പേപ്പർ നന്നായിട്ട് മടക്കി വയ്ക്കുക. ഫോയിൽ പേപ്പർ മടക്കി വയ്ക്കുമ്പോൾ അതിൽ ക്രീം മറ്റുള്ള ഹെയറിലേക്ക് ആവാതെ സൂക്ഷിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോയിൽ പേപ്പർ അഴിച്ച് ഹെയർ ഒന്ന് നോക്കാം. നമ്മൾ അഴിച്ച് നോക്കുന്ന ഹെയറിൻ്റെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഫോയിൽ പേപ്പറും അഴിച്ച് നോക്കാം. അഗിഷക്കുട്ടി വന്നപ്പോൾ ഏത് ഹെയർ കളർ അടിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കളറ് അടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ സംസാരിച്ച് ഫയർ റെഡ് അടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഫോയിൽ പേപ്പർ എല്ലാം നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഫോയിൽ പേപ്പർ എല്ലാം അഴിച്ചപ്പോൾ ആ ഹെയറിൻ്റെ മാറ്റം കണ്ട. ഇനി ഹെയർ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. ഹെയറിലെ ക്രീമെല്ലാം നന്നായി വാഷ് ചെയ്ത് കഴുകിക്കളയുക. ക്രീമൊന്നും ഹെയറിൽ ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് കഴുകണം. ഹെയർ വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഗിഷയ്ക്ക് റെഡ് കളറ് വേണ്ട, ഈ ബ്ലോണ്ട് കളറ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ റെഡ് വേണ്ട, ബ്ലോണ്ട് കളർ മതിയെന്ന് തീരുമാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.